1446 മുഹറം മാസം. മുഹറം നമുക്ക് നൽകുന്ന ഒരുപാട് ചരിത്ര സന്ദേശങ്ങളുണ്ട്. നമ്മുടെ നാടുകളിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സത്യവിശ്വാസികൾ മുഹറം 9-നും 10-നും നോമ്പെടുക്കുന്നു. അള്ളാഹുവിന്റെ റിക്കാർഡിൽ അള്ളാഹു കൽപ്പിച്ച പോലെ സൂറത്തു തൗബ 36-ാമത്തെ ആയത്തിൽ അരുളിയ പോലെ ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിന്റെ റിക്കാർഡിൽ കൊല്ലം 12 മാസമാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ പടച്ച അന്ന് മുതൽ നമ്മൾ മനസ്സിലാക്കി. അതിൽ 4 മാസം പവിത്രമാണ്. ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറവും റജബും. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മുഹറം മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത് അഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീലത്തി സ്വലാത്തുൽ ലൈൽ അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. അല്ലാഹുവിന്റെ മാസം ആയ മുഹറം മാസത്തിലെ നോമ്പാണ് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെന്ന് മുസ്ലിമിലെ 1163-ാമത്തെ ഹദീസ്. നമ്മളത് വായിച്ചു, നമ്മൾ കേട്ടു. അപ്പോൾ എന്താണ് അതിനാധാരമായ വിഷയം? മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ അവിടെ ആളുകളൊക്കെ ജൂതന്മാര് മുഹറം മാസം 10-ാം തീയതി നോമ്പ് നോൽക്കുന്നു. ഇസ്ലാമിന്റെ കഠിന ശത്രുക്കളാണ് അന്നും ഇന്നും എന്നും ആ വിഭാഗം. അവർ നോമ്പ് നിൽക്കുന്ന കാരണം ചോദിച്ചപ്പോ ബുഖാരിയിലെ 2004-ാമത്തെ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞു, ഹാദാ യൗമുൻ സാലിഹ്, ഇതൊരു നല്ല ദിവസമാണ്. നജല്ലാഹു ഫീഹി മൂസയെയും ബനൂ ഇസ്രായേലിനെയും അല്ലാഹു രക്ഷിച്ച ദിവസമാണ്. ഫിർഔനെ നശിപ്പിച്ച ദിവസമാണ്. ഫസ്വാമഹു മൂസ, അങ്ങനെ മൂസ അലൈഹിസ്സലാം നോമ്പെടുത്തു, ഞങ്ങൾ നോമ്പെടുക്കുകയാണ്. അപ്പോ മനോഹരമായൊരു വാക്ക് റസൂലുള്ള പറഞ്ഞു, ഫഅന അഹഖു ബി മൂസ, ഞാനാണ് മൂസ അലൈഹിസ്സലാമിനോട് ഏറ്റവും അടുത്ത ആള്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കാൻ കൽപ്പിച്ചു എല്ലാവരും. ഇത് റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പേ തുടങ്ങി. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മദിനം ആഘോഷിക്കുന്നത് റസൂലുള്ള കണ്ടിട്ടുണ്ട്. പൊടിപ്പും തുങ്ങലുമുള്ള ആരവങ്ങളും തോരണങ്ങളുമുള്ള വലിയ ആഘോഷമാണ് ക്രിസ്തുമസ്. പക്ഷെ അവിടെ റസൂലുള്ള പറഞ്ഞില്ല എന്ത് ജന്മദിനം ആഘോഷിക്കാൻ. അതെന്താ? ജന്മമല്ല, കർമ്മമാണ് നമുക്ക് പ്രധാനം. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെത് വെറും ജന്മമല്ല. നമ്മളെല്ലാവരും സാധാരണ മാതാപിതാക്കൾക്ക് പിറക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സ്വന്തം കൈകൊണ്ട് പടച്ചു. അതുപോലെ അള്ളാഹുവിന്റെ പ്രത്യേക പടപ്പാണ് ആര്? ഈസാ അലൈഹിസ്സലാം. എന്ന് മാത്രമല്ല, അവിടുത്തെ അല്ലാഹു ഉപരിലോകത്തേക്ക് ഉയർത്തി. ഉപരിലോകത്ത് ജീവിച്ചിരിക്കുന്നു ആര്? ഈസാ അലൈഹിസ്സലാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും വഫാത്തായി പോയി. എന്നിട്ടും അവിടുത്തെ ജന്മദിനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഘോഷിച്ചില്ല. ജന്മമല്ല, കർമ്മമാണ് പ്രധാനം. ശരി, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഈ സംഭവം പണ്ടങ്ങാണ്ട് നടന്നതാണ്. നമ്മളാരും അറിയില്ല, നമ്മളാരും കണ്ടിട്ടില്ല, നമ്മളുമായി ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ ഒരു ചരിത്രം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സന്തോഷിക്കണം. അന്നുണ്ടായ കാര്യമാണ്, ഇനി അതുണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ സത്യവിശ്വാസികൾക്ക് ബന്ധം വളരെ വലുതാണ്. പണ്ടങ്ങാണ്ട് കഴിഞ്ഞു പോയൊരു സംഭവത്തിന് ഇന്ന് ഈ ആഴ്ച നമ്മൾ നോമ്പെടുക്കാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ പോലും അന്ത്യനാൾ വരെ തുടരും. അതിൽ എല്ലാ നബിമാരുമുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് ശേഷം കടന്നു വന്ന എല്ലാ നബിമാരും ഈ നോമ്പിലുണ്ട്. അതുപോലെ സത്യവിശ്വാസികളെല്ലാം ഉണ്ട്.
എന്താണ് അത്രമാത്രം സന്തോഷകരമാകാൻ കാരണം നമുക്കറിയാം. ആ ചരിത്രം കുറെ ആഴ്ചകളിലൂടെ നമുക്ക് പഠിക്കേണ്ടതാണ്, പരിചയപ്പെടേണ്ടതാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ പേര് ഖുർആനിൽ 131 സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഹാറൂൻ അലൈഹിസ്സലാമിന്റെ പേരുണ്ട് 20 പ്രാവശ്യം. ഇസ്രായേൽ മക്കള്, അവരുടെ ചരിത്രം, ജൂതന്മാര്, എവിടുന്നാണ് തുടങ്ങുന്നത്? ഇസ്രായേൽ അലൈഹിസ്സലാം. അതെന്താ? നമ്മൾ ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ വളരെയേറെ വിഷമകരമായ അവസ്ഥയിലാണ്. 38,000-ത്തിലധികം ആളുകളെ ഇപ്പൊ കൊന്നൊടുക്കി കഴിഞ്ഞു. ഓടിപ്പോകുന്ന ആളുകളെ വെടിവെച്ച് കൊല്ലുകയാണ്. അല്ലാഹുവേ, ഫലസ്തീന് നീ മോചനം നൽകണേ. പക്ഷെ ആ പേര് യഥാർത്ഥത്തിൽ ഒരു നബിയുടെ പേരാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഒരു പേരാണ് ഇസ്രായേൽ. ആ ഇസ്രായേൽ അലൈഹിസ്സലാം. അപ്പൊ യാക്കൂബ് നബി ആരാണ്? ഇസ്ഹാഖ് നബിയുടെ മകനാണ്. ഇസ്ഹാഖ് നബി ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മകൻ. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പേരക്കുട്ടിയാണ് യാക്കൂബ്. യാക്കൂബ് അലൈഹി സ്വലാമിന്റെ മക്കളാണ് യൂസുഫ് അലൈഹിസ്സലാം, ബിന്യാമിൻ അടക്കമുള്ള ഇസ്രായേൽ മക്കൾ. അവരുടെ പിൻതലമുറയാണ് ഇന്ന് ഇസ്രായേലിയർ. ഈജിപ്തിൽ അവർ വന്ന് താമസമാക്കിയത് യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാലത്താണ്. ആ കാലഘട്ടത്തിലെ രാജാവിന്റെ മന്ത്രിയായി, ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി യൂസുഫ് അലൈഹിസ്സലാം വന്നു. അവിടെ അദ്ദേഹം അവസാനം തന്റെ കുടുംബാംഗങ്ങളെ വിളിച്ചു വരുത്തി, അവർക്ക് ഭൂമി പതിച്ചു നൽകി. അങ്ങനെ അവർ അവിടെ സുഖമായി ജീവിച്ചു. പിന്നീട് അവർ വീണ്ടും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി. അവരുടെ ഉയർച്ച താഴ്ചകൾ അതെല്ലാം ഖുർആൻ പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കണം. വല്ലാത്ത ചരിത്രമാണത്. മൂസാ നബി അലൈഹിസ്സലാം അവർക്കിടയിലേക്കാണ് വരുന്നത്. അപ്പൊ യാക്കൂബ് നബിയുണ്ട്, യൂസുഫ് നബിയുണ്ട്, ബിന്യാമീനുണ്ട്, പിന്നെ മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിന്റെ ഉമ്മ, മൂസാ നബിന്റെ പെങ്ങള്, അതുപോലെ ഹാറൂൻ അലൈഹിസ്സലാം, ഫിർഔന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ, മറുഭാഗത്ത് ഫിർഔൻ, ഹാമാൻ തുടങ്ങിയ ശത്രുക്കൾ. ആ ശത്രുക്കളും മിത്രങ്ങളും തമ്മിലുള്ള വലിയ പോരാട്ടത്തിന്റെ ചരിത്രമാണ് മുഹറം 10 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഫിർഔൻ, മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഒരു ദൈവം നിങ്ങൾക്കില്ല. ഇതാ ഈ പുഴയൊഴുകുന്നത് എന്റെ കൽപ്പന പ്രകാരമാണ് എന്ന് തുടങ്ങിയ വിഡ്ഢിത്തം വിളമ്പിയ മനുഷ്യനാണ്, കഠിന കഠോരനാണ്. അവിടെയാണ് മൂസാ നബി വളർന്നത്. ആ ചരിത്രം നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം, പഠിച്ചിട്ടുമുണ്ട് നിങ്ങളെല്ലാം. അങ്ങനെ മൂസാ നബി നബിയാവുകയാണ്. നബിയാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്, ഇദ്ഹബ് ഇലാ ഫിർഔൻ, ഫിർഔന്റെ അടുക്കലേക്ക് ചെല്ല്, ഇന്നഹു തഗാ, അവൻ അതിക്രമിയായിരിക്കുന്നു. അപ്പോ കൂടെ ഹാറൂൻ നബിയെ കൂട്ടണമെന്ന് പറഞ്ഞു, ഹാറൂനെ കൂട്ടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹാറൂൻ മൂസാ നബിയുടെ മന്ത്രിയായി, സഹപ്രവാചകനായി പോവുകയാണ്. അവിടെ അള്ളാഹു കൽപ്പിച്ചൊരു കാര്യം, സോഫ്റ്റായ വാക്ക് പറയണം, കുരച്ചിയാടാനല്ല, അമിതമാകാനല്ല. വളരെ 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 വലിയ രീതിയിൽ ഉള്ള ഒരു കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോഴും അള്ളാഹുവിന്റെ കലീമുല്ലാഹി മൂസ, ഉലുൽ അസമിൽപ്പെട്ട മഹാപ്രവാചകൻ, പക്ഷേ സംസാരിക്കാൻ അള്ളാഹു കൽപ്പിച്ചത് സോഫ്റ്റായിട്ട്, ലഅല്ലഹു യതദക്കറു വ യഖ്ശാ, നന്നായേക്കാം, ഓർമ്മണ്ടായേക്കാം എന്നാണ്. അവിടെ വെച്ചാണ് സത്യത്തിന്റെ പ്രബോധനം നിർവഹിക്കുന്നത്, വടിപാമ്പായി കാണിച്ചു കൊടുക്കുന്നത്, കക്ഷത്തിൽ വെച്ച കൈ വെണ്മയായി കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ യുദ്ധപ്രഖ്യാപനം നടക്കുകയാണ്. അവസാനം ഒരു മത്സരം നടക്കുകയാണ്. ഇത് മന്ത്രവാദമാണ്, ആഭിചാരമാണ്, സിഹറാണ് എന്ന് ഫിർഔൻ ആരോപിച്ചു. നാട്ടിലുള്ള മുഴുവൻ ആഭിചാരകന്മാരെയും വിളിച്ചുകൂട്ടാൻ പറഞ്ഞു. അവരുടെ ഉത്സവ ദിവസം ളുഹാ നേരത്ത് മത്സരം സംഘടിപ്പിച്ച് മൈതാനത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി. ഇനിയാണ് ചരിത്രം.
അഭിചാരകന്മാരോട് മൂസാ നബി പറഞ്ഞു, നിങ്ങൾ അള്ളാഹ്ക്കെതിരായി കള്ളം പറയരുത്. നിങ്ങൾക്കറിയാലോ ഇത് നിങ്ങളുടേത് മാരണമാണ്, എന്റേത് മുഅ്ജിസത്താണ്. അള്ളാഹുവിനെതിരെ നിങ്ങൾ കള്ളം പറയാൻ ഒരുങ്ങരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവർക്കിടയിൽ ആകെ കസപിശയുണ്ടായി. അവസാനം അവർ ഫിർഔന്റെ തണലിൽ നിൽക്കാൻ തീരുമാനിച്ചു. രാജകൊട്ടാരത്തിലെ അത്യുന്നതമായ പദവി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാം അവരുടെ കയറുകൾ ഇട്ടു. ഭീമാകാരമായ പാമ്പുകളായി ആ മൈതാനത്താകപ്പാടെ ചിഹ്നം വിളിച്ച് ചീറിയലഞ്ഞ് ആ പാമ്പുകളുടെ ശബ്ദം മുഴങ്ങി. മൂസാ നബി വല്ലാതെ ഭയപ്പെട്ടു പോയി. മൂസാ നബി മനുഷ്യനാണ്, പടച്ചോനൊന്നുമല്ല. മറഞ്ഞ കാര്യം അറിയില്ല, എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ആദ്യം തന്നെ വടി നിലത്തിട്ടപ്പോ പാമ്പായപ്പോ മൂസാ നബി പേടിച്ചതാണ്. പേടിക്കണ്ട, വടിയ തന്നെയാകുന്നു പറഞ്ഞതാ. തൊടാൻ പറഞ്ഞു, വടിയായതാണ്. പേടിയൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം പേടിച്ചു. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, വടി നിലത്തിട്. വടി നിലത്തിട്ടു. അവരുണ്ടാക്കിയ കള്ള പാമ്പുകളെയെല്ലാം ഈ വടി വിഴുങ്ങുമെന്ന് പറഞ്ഞു. വിഴുങ്ങി, എല്ലാത്തിനെയും വിഴുങ്ങി. അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഫിർഔന്റെ കുരുത്തം കൊണ്ട്, ഫിർഔന്റെ പൊരുത്തം കൊണ്ട് ഞങ്ങൾ ജയിക്കും എന്ന് വമ്പ് പറഞ്ഞവർ ജയിച്ചാ എന്ത് തരും? ഈ രാജകൊട്ടാരത്തിലെ ഏറ്റവും അടുത്തവരായി നിങ്ങൾ മാറും എന്ന വാക്ക് കേട്ടിട്ട് എന്തായാലും നമ്മൾ ജയിക്കുമെന്ന് പറഞ്ഞ ആൾക്കാർ, അഭിചാരകന്മാർ, അവരതാ ഈ കാര്യം മനസ്സിലാക്കുകയാണ്. നേരിട്ട് കണ്ട് മനസ്സിലാക്കി. എന്ത്? മൂസാ നബിന്റെ കയ്യിൽ ഒരു സാധാരണ വടി, ഇവരെ കയ്യിലുള്ള വലിയ കയറുകൾ. ഈ പാമ്പായ വടി കയറുകളെല്ലാം ഈ കൊച്ചുവടി തിന്നപ്പോ അവർക്ക് മനസ്സിലായി, ഇത് സിഹറല്ല, മന്ത്രവാദമല്ല, മെസ്മിരിസമല്ല, ഇത് കൺകെട്ട് വിദ്യയല്ല, ചെപ്പടി വിദ്യയല്ല എന്ന്. ഉടനെ അവർ പ്രഖ്യാപിച്ചു, ആമന്നാ ബി റബ്ബി മൂസ റബ്ബിൽ ആലമീൻ റബ്ബി മൂസ വ ഹാറൂൻ. ഞങ്ങൾ ഇതാ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. മൂസായുടെയും ഹാറൂന്റെയും റബ്ബിൽ ഇതാ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒറ്റ മിനിറ്റ് അത് കണ്ടു, അവർക്ക് മനസ്സിലായി. അപ്പൊ വിശ്വസിച്ചു. നോക്കട്ടെ, ചോദിക്കട്ടെ, എല്ലാവരോടൊന്ന് അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കിത് പരിചയമില്ലല്ലോ, അതൊന്നുമല്ല. മനസ്സിലേക്ക് കയറി അപ്പൊ തന്നെ പ്രഖ്യാപിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു എന്ന്. എന്താ ഉണ്ടാകുക? ഫിർഔന്റെ കൂലിപ്പട്ടാളമാണ്, ആ രാജ്യത്തെ ഏറ്റവും വലിയ അഭിചാരകന്മാരാണ്. അപ്പോൾ ആമൻതും ഖബല അൻ ആദന ലക്കും, നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചോ? ഐദിയക്കും വാർജുലക്കും മിൻ ഖിലാഫ്, വിപരീതമായി കൈകാലുകൾ കൊത്തി നിൽക്കും, ഈത്തപ്പന തണ്ടുകളിൽ നിങ്ങളെ തൂക്കും, കൊന്നുകളയും. ഞങ്ങൾ വെറുതെ പറഞ്ഞതല്ലേ രാജാവേ എന്നാണോ പറഞ്ഞത്? അല്ല, പിന്നെയോ വിധിച്ചോ. ഈ ലോകത്തല്ല നിനക്ക് വിധിക്കാൻ പറ്റൂ. ഞങ്ങൾ റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറായി. സഹോദര സഹോദരി, 1 മിനിറ്റ് കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് അവരുടെ വിശ്വാസം എത്രമാത്രം ശക്തമായി. എവിടെ നമ്മൾ അവിശ്വാസം? എവിടെ നമ്മൾ സന്ദർഭങ്ങൾക്കനുസരിച്ച് മാറാത്ത വിശ്വാസം? മരണ വീടായാലും, ജനിച്ച വീടായാലും, കല്യാണ വീടായാലും, കച്ചവടമോ കൃഷിയോ ഏർപ്പാടോ ഇടപാടോ ആയാലും, ചാഞ്ഞും ചെരിഞ്ഞും ചാച്ചും ചെരിച്ചും നമ്മുടെ ആശയങ്ങളെ മാറ്റുന്നതാണോ അതോ നമ്മൾ ഈ കേൾക്കുന്നതാണോ ഈമാൻ? അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇവരോട് നാടുവിടാൻ പറയുകയാണ്. അവരെല്ലാവരും, ഇസ്രായേൽ മക്കളും ഈ ആഭിചാരകന്മാരും ബാക്കിയുള്ള ആൾക്കാര് സത്യവിശ്വാസികൾ പോവുകയാണ്.
രാത്രി. അവർ പോകുന്നത് ചെങ്കടൽ ഭാഗത്തേക്കാണ്. കടലിന്റെ അവിടെ എത്തി. മുന്നിൽ ആർത്തലക്കുന്ന കടൽ. വിവരമറിഞ്ഞ പട്ടാളമാണ് വരുന്നത്. സർവസജ്ജമായ പട്ടാളം. എല്ലാം പഠിച്ച ആൾക്കാരാണ്. കടലിലെങ്ങനെ, കരയിലെങ്ങനെ, കാറ്റത്തെങ്ങനെ, അതൊക്കെ പഠിച്ച ആൾക്കാരാണ് പട്ടാളക്കാർ. ഫിർഔൻ വജുനൂദുഹു, അവനും അവന്റെ പട്ടാളവും സർവസജ്ജമായി വരികയാണ്. ഇത് കണ്ടപ്പോ ഖാല അസ്ഹാബു മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികൾ പറഞ്ഞു, ഇന്നാ ലമുദ്റഖൂൻ, ഇല്ല, നമ്മൾ പിടിക്കപ്പെട്ടു, ദാ അവര് നമ്മളെ പിടിക്കും. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ കാര്യം, കല്ലാ കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി, തീർച്ചയായും എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കും. എന്താ വഴി? അല്ലാഹു അരുളി, ഇൽരിബി അസാക്കൽ ബഹർ, കടലിൽ വടി കൊണ്ടടിക്ക്, കടലിൽ വടി കൊണ്ടടിക്ക്. അടിച്ചു. ഫൻഫലഖ്, വെള്ളം, കടലിലെ ലക്ഷക്കണക്കിന് കൊല്ലങ്ങളായി നിൽക്കുന്ന ആ വെള്ളം ഒരു സെക്കൻഡ് കൊണ്ട് വഴിയൊരുക്കി ഈ പാവങ്ങളായ ഇസ്രായേൽ മക്കൾക്ക് നടക്കാൻ. കത്തൗദിൽ അലീം, രണ്ട് മലത്തിണ്ണകൾ, ത്വരീഖൻ യബസ, ഉണങ്ങിയ വഴി. എങ്ങനെ ഉണങ്ങി, എങ്ങനെ വെള്ളം മാറി എന്ന് നോക്കി നിങ്ങള്. ആ മനുഷ്യന്മാര്, സത്യവിശ്വാസികളായ പാവങ്ങള്, സാധുക്കള്, അവരെവിടെയിരുന്നോ? ഫിർഔന്റെ എച്ചിലെടുക്കുകയായിരുന്നു, ബംഗ്ലാവുകളിൽ അടുക്കളപ്പണി എടുക്കുകയായിരുന്നു, അടിമപ്പണി എടുക്കുകയായിരുന്നു. അവരാണ് ഈ മൂസാ നബി അലൈഹി സ്വലാമയിൽ വിശ്വസിച്ച് മുന്നോട്ട് വന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ലോക ചരിത്രത്തിൽ ആദ്യമായും അവസാനമായും ഒരു വഴിയങ്ങൊരുങ്ങുകയാണ്. വെറും വഴിയല്ല, കടലിന്റെ നടുവിൽ ഒരു വഴി, രണ്ടു ഭാഗത്തും വെള്ളം. അവർ നടക്കുന്ന വഴിയിൽ വെള്ളമില്ല. രോമാഞ്ചമണിഞ്ഞുകൊണ്ട്, ഭക്തിയോടുകൂടി, സന്തോഷത്തോടുകൂടി, ജീവൻ രക്ഷപ്പെട്ട ആ സന്തോഷത്തോടുകൂടി അവർ കടൽ കടക്കുകയാണ്. ഓടി വന്ന സൈന്യം കണ്ടത് നല്ലൊരു വഴി. അവരതാ മുന്നിലൂടെ പോകുന്നു. ഫിറൗനും കൂട്ടരും ആവേശത്തോടെ, അതിശയത്തോടെ ആ വഴിയിലേക്ക് ഇറങ്ങി. മൂസാ നബി അലൈഹി സ്വലാമും കൂട്ടരും മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടു. ഈ ആളുകൾ നടുവിലെത്തിയപ്പോൾ അതാ പ്രപഞ്ച സൃഷ്ടാവിന്റെ കൽപ്പന പ്രകാരം വെള്ളം തമ്മിൽ കൂടുകയാണ്, ചേരുകയാണ്. അല്ലാഹു അവരെ രക്ഷിക്കുകയും ഇവരെ ശിക്ഷിക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇതാണ് അന്ന് നടന്നത്. അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. ആദം നബി അലൈഹി സ്വലാമിന്റെ കാലം മുതൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നബിമാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതിലേറ്റവും രോമാഞ്ചജനകമായ, അത്ഭുതകരമായ പച്ചപ്പരമാർത്ഥമാണ് നമ്മൾ വായിച്ചത്, കേട്ടത്. ആ ദിവസമാണ് മുഹറം 10. അതുകൊണ്ട് ആ ദിവസം സന്തോഷിക്കണം. ഇസ്ലാമിലെ സന്തോഷ പ്രകടനങ്ങളുടെ എല്ലാം രീതി നമുക്കറിയാം. ഖുർആൻ കിട്ടി, അതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല. നമ്മൾ എവിടെയായിരുന്നു? ബിംബങ്ങളും ജാറങ്ങളും ദർഗകളും മക്കാമുകളുമായിരുന്നു നമ്മുടെ മുൻഗാമികളുടെ ആശ്രയം. ഐക്കല്ലും ഉറുക്കും ഏലസും ആയിരുന്നോ മരുന്ന്. അവിടെ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അത് ഖുർആനാണ്. ആ ഖുർആൻ ഇറങ്ങിയ, 6 ആയത്തുകൾ ഇറങ്ങിയ ഒരു ദിവസം ഉൾക്കൊള്ളുന്ന ഒരു മാസം മുഴുവൻ നിർബന്ധമായും നമ്മൾ നോമ്പെടുത്തു. ഖുർആൻ കിട്ടിയത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച നോമ്പ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം, നബി ജനിച്ചു എന്നതൊരു സാധാരണ കാര്യമല്ല. ആ ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണ്, നോമ്പെടുക്കുന്നു. നബിയായ ദിവസം തിങ്കളാഴ്ചയാണ്, നോമ്പെടുക്കുന്നു. സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്നത് 2 ദിവസമാണ് ആഴ്ചയിൽ, തിങ്കളും വ്യാഴവും, നോമ്പെടുക്കുന്നു. സന്തോഷ പ്രകടനം. മനുഷ്യന്റെ കർമ്മങ്ങൾ റബ്ബിങ്കിലേക്ക് ഉയർത്തുന്നത് 2 ദിവസമാണ്, നോമ്പെടുക്കുന്നു. ഇങ്ങനെ സന്തോഷ പ്രകടനം മുഴുവൻ എങ്ങനെയാണ്? ഭക്ഷണം കഴിക്കാതെയാണ്. നമ്മുടെ നാട്ടിൽ വേറെ എന്തോ ആണ് നടക്കുന്നതില്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം ഭക്ഷണം കഴിക്കുകയാണ്. പക്ഷെ നബി ജനിച്ചത് തിങ്കളാഴ്ചയാണ്.
നബി വഫാത്തായതോ റബീഉൽ അവ്വൽ 12-ാം തീയതി ആണ്. നബി വഫാത്തായ ദിവസമാണ് ഇത്. മഴ പെയ്യുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരമുള്ള മഴയാക്കണേ, ആമീൻ. അപ്പോ ഈ മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുകയും ഫിർഔൻ കൂട്ടരും മുങ്ങി മരിക്കുകയും ചെയ്ത ആ സന്തോഷ സുദിനത്തെ ഓർമ്മിച്ചുകൊണ്ട്, റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ട് മുഹറം 10 നോമ്പെടുക്കാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് മൂസാ നബിയുടെ കാലം മുതലേ ഉള്ളതാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ അലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅൽ ഹുദാ ഇലാ യൗമിദ്ദീൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഏതാണ്ട് 10 വർഷം മുഹറം 10 സത്യവിശ്വാസികൾ നോമ്പെടുത്തു. മുസ്ലിമിലെ 1162-ാമത്തെ ഹദീസിൽ അരുളിയ പോലെ ഒരു കൊല്ലത്തെ പാപങ്ങൾ മായ്ക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റസൂലുള്ളാഹി അരുളി, ഒരു കൊല്ലത്തെ തെറ്റുകുറ്റങ്ങളെല്ലാം മാപ്പാക്കാൻ മാത്രമുള്ളതാണ് ഒരു ദിവസത്തെ നോമ്പ്. അവസാനത്തെ വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു, ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് 9 നോൽക്കും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-ന് വഫാത്തായി. അടുത്ത വർഷം അവിടുന്ന് ജീവിച്ചിരുന്നില്ല. എന്താണ് മുഹറം 9-ന് നോമ്പ് നോൽക്കാൻ പറഞ്ഞത്? ജൂതന്മാർ നോമ്പെടുക്കുന്നു, മുസ്ലിങ്ങളും നോമ്പെടുക്കുന്നു. എന്നാൽ കുറെ കാലം കഴിയുമ്പോൾ മതങ്ങൾ തമ്മിൽ ഇടകലർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഏതാണ് സത്യമെന്ന് മനസ്സിലാകാത്ത അവസ്ഥയിൽ വരാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു, ഖാലിഫുൽ യഹൂദ വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളുമായി വ്യത്യാസപ്പെടണം. ഖാലിഫുൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്നവരുമായി വ്യത്യാസപ്പെടണം. ബന്ധം വേണം, ലോക്യം വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന്റെ തലേന്ന് ഭക്ഷണം കഴിക്കാൻ വകയില്ലാഞ്ഞിട്ട് തന്റെ പടയങ്കി പണയം വെച്ചത് ഒരു ജൂതന്റെ വീട്ടിലാണ്. അയൽവാസിയായ ജൂതനുണ്ടായിരുന്നോ, നല്ല കറി ഉണ്ടാക്കുമ്പോ റസൂല് പറയും വീട്ടുകാരോട് അവർക്ക് ലേശം കൊടുക്കണമെന്ന്. ബന്ധങ്ങളൊക്കെ ഉണ്ട്. മനുഷ്യരായ മനുഷ്യരുമായൊക്കെ നല്ല ബന്ധം വേണം. ആരെയിട്ട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. സത്യത്തോട് നമുക്ക് സ്നേഹം വേണം, അസത്യത്തോട് നമുക്ക് വെറുപ്പ് വേണം. ആ അസത്യം നമ്മുടെ ഭാഗത്താണെങ്കിലും, മക്കളുടെ ഭാഗത്താണെങ്കിലും, മാതാപിതാക്കളുടെയോ കൂട്ടുകുടുംബാദികളുടെ ഭാഗത്താണെങ്കിലും നമുക്ക് വെറുപ്പ് വേണം. പക്ഷെ ആ മനുഷ്യനോടല്ല. അപ്പൊ പിന്നെ എന്താണ്? നമ്മുടെ മതം സംരക്ഷിക്കപ്പെടണം. അതിനാണ് ആ മുഹറം 9. ഇത് ഒരുപാട് കാര്യങ്ങളിൽ നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ട് മുഹറം 9-നും നോമ്പ് നോൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ചു. മുസ്ലിമിലെ 1134-ാമത്തെ ഹദീസ്. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂസാ നബി അലൈഹി സ്വലാമിന്റെ സംഭവങ്ങൾ പലതും നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിൽ അതിന്റെ വിശദീകരണമായി. അപ്പോ ഇവർ അന്ന് അത്രയും നല്ല രീതിയിൽ രക്ഷപ്പെട്ട് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ചെങ്കടൽ കടന്ന് അവരിങ്ങോട്ട് വരികയാണ്. അവരുടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് പോവുകയാണ്. ഒരു കാര്യം, ഈജിപ്ത് കാലിയായി കിടക്കുകയാണ്. അവിടെ രാജകൊട്ടാരമുണ്ട്, അവിടെ എക്കൽ മണ്ണുള്ള നൈൽ നദിയുണ്ട്, അവിടെ വലിയൊരു രാഷ്ട്രമുണ്ട്. പക്ഷെ അവിടേക്ക് മടങ്ങിപ്പോകാനല്ല അള്ളാഹു നിശ്ചയിച്ചത്. ഈ മരുഭൂമിയിൽ അലഞ്ഞു തിരിഞ്ഞ് 40 വർഷത്തോളം അവർ ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങൾക്കിരയായി. അവർക്ക് ഒരുപാട് പാഠങ്ങൾ അള്ളാഹു നൽകി. അവർക്ക് നന്നാകാനുള്ള ധാരാളം അവസരങ്ങൾ നൽകി. കൽപ്പനകൾ അനുസരിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നൽകി. ഇത്രയും വലിയ സൗകര്യങ്ങൾ കിട്ടിയിട്ടും അവര് നല്ല രീതിയിലല്ല നബിയോട് പെരുമാറിയത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമങ്ങൾ അനുഭവിക്കുമ്പോ, സ്വന്തം സഹാബത്തിൽ നിന്ന് പോലും വിഷമങ്ങൾ അനുഭവിക്കുമ്പോ നബി പറയും,
റഹിമല്ലാഹു മൂസാ നബിക്ക് അല്ലാഹു റഹ്മത്ത് ചൊരിയട്ടെ. അദ്ദേഹം എന്നെക്കാളും വിഷമം അനുഭവിച്ചിട്ടുണ്ട്. ലാ തകൂനൂ കല്ലദീന ആദൗ മൂസാ നബിയെ ഉപദ്രവിച്ചവരെ പോലെ നിങ്ങൾ ആകരുതേ എന്ന് വിശ്വാസികളോട് പറയുന്നുണ്ട്. മൂസാ നബി അവരുടെ നബിയാണ്. പക്ഷേ അവർ എപ്പോഴും ധിക്കരിക്കാനാണ്, അനുസരിക്കാതിരിക്കാനാണ് ശ്രദ്ധിച്ചതും ശ്രമിച്ചതും. നമ്മളും ശ്രദ്ധിക്കണം അങ്ങനെയാകാതിരിക്കാൻ. നമ്മൾ എങ്ങനെയാ നബിയെ ഉപദ്രവിക്കുക? നബി മരിച്ചുപോയി, പക്ഷേ നബി ജീവിതത്തെ നമ്മൾ ഉപദ്രവിക്കരുത്, നബി ജീവിതത്തെ പരിഹസിക്കരുത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കാതിരിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടോ അവ മുഴുവൻ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം. ഒരു നിലക്കുമുള്ള അനുസരണക്കേട് നമ്മുടെ ഭാഗത്ത് വരരുത്, ഒരു നിലക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ മൂസാ നബിന്റെ ചരിത്രത്തിലെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠമുണ്ട്. അവര് എന്ത് പറഞ്ഞാലും അതല്ലാത്തതൊന്നും പറയാൻ ശ്രമിച്ചു. ഹിത്തത്തുൻ, പാപമോചനം, അള്ളാഹുവേ മാപ്പാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നഗരത്തിലേക്ക് പ്രവേശിക്കൂ എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞത് ഹിന്തത്തുൻ, ഗോതമ്പ് വേണമെന്നാ. നോക്കി നിങ്ങൾ, എത്ര കടുത്ത ധിക്കാരമാണ്. ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു, ശനിയാഴ്ച മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞു. മീന് ഒരു ചാല് കീറിയിട്ട് ഒരു കുളത്തിലാക്കി. എന്നിട്ട് ശനിയാഴ്ച മഗ്‌രിബിന് ശേഷം പിടിച്ച്. നോക്കി നിങ്ങൾ, ഒരു കാര്യം പറഞ്ഞാൽ അത് എങ്ങനെ കോട്ടിമാട്ടാം, ദുർവ്യാഖ്യാനിക്കാം. ഒരു പശുവിനെ ഇറക്കാൻ പറഞ്ഞു, മടി. എന്താ, പശുവിനെ പൂജിച്ച ആൾക്കാരാ, പശുവിനെ ഇറക്കാൻ ഒരു മടി. അപ്പൊ ഇങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടാക്കുക. എങ്ങനെ ഇന്ന് രക്ഷപ്പെടാം? പലിശന്റെ കാര്യം, സ്ത്രീധനത്തിന്റെ കാര്യം, എന്തിനേറെ ഒന്ന് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോ നമ്മളെ ചില സുഹൃത്തുക്കൾ ഇടതു കൈ കൊണ്ട് കുടിച്ചിട്ട് ഇടതു കൈ കൊണ്ട് പിടിച്ചിട്ട് വലത്തെ കൈ കൊണ്ട് മെല്ലെ ഇങ്ങനെ ഏർത്ത് കൊടുക്കും. വല്ല ആവശ്യമുണ്ടോ? റസൂല് പറഞ്ഞ മാതിരി ചെയ്താൽ മതി. അതിന് ഒരു ആത്മാഭിമാനം. അള്ളാഹുവാണ് കൽപ്പിച്ചത്, റസൂലാണ് പറയുന്നത്. അത് നമ്മുടെ ഉപകാരമുള്ളതാണ്, ഉപയോഗമുള്ളതാണ്, പരലോകത്ത് ഗുണം കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് സാധിക്കണം. ശരി, അപ്പോ മുഹറം 1 മുതൽ 10 വരെ നെഹ്സാണ് എന്ന ഒരു വിചാരം, ഒരു വിശ്വാസം നമ്മുടെ സമൂഹത്തിൽ എവിടെയൊക്കെയോ ഉണ്ട്. അതെവിടുന്ന് വന്നതാ? അലി റസൂലും പറഞ്ഞതല്ലല്ലോ. അത് ഹിജറ 61 കർബല യുദ്ധമുണ്ടായി. അത് മുഹറം 10-നാണ്. അന്നാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കം സഹാബിമാര് കൊല്ലപ്പെട്ടത്. അപ്പോ ആ ദിവസം രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ഷിയാക്കൾ ദുഃഖമാചരിച്ചു. അങ്ങനെ അവരുടെ ജീവിതത്തിൽ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുമൊക്കെ നെഹ്സിന്റേതാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് കറുത്ത കോട്ട് അണിഞ്ഞിട്ട് അവർ യാ ഹുസ്സ യാ ഹുസ്സ, ഹുസൈനെ ഹുസൈനെ എന്ന് പറഞ്ഞ് അവർ തീക്കുണ്ടമുണ്ടാക്കി ചാടുന്നത്. അവർ വലിയ മാരകായുധങ്ങൾ ഉപയോഗിച്ച് മേല് പരിക്കേൽപ്പിക്കുന്നു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനും കൂടെയുള്ള മുസ്ലിം സത്യവിശ്വാസികൾക്കും ഒരുപാട് ഉപദ്രവങ്ങൾ നേറ്റു. അതുപോലെ നമ്മളും ഉപദ്രവമേൽക്കുക, ശൂലം കുത്തുക, കൊളുത്തിട്ടിട്ട് നട്ടലിൽ കൊളുത്തിട്ടിട്ട് ഇങ്ങനെ വലിക്കുക. ഭയങ്കരമായ പീഡ. പാടില്ലല്ലോ. നമ്മളെ ശരീരത്തെ നമ്മൾ പരിക്കേൽപ്പിക്കാൻ പാടില്ല. പെണ്ണുങ്ങളെ, ആണുങ്ങളെ വെറുതെ പിണങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കണ്ട, പിണങ്ങിയിട്ട് നമ്മളെ തന്നെ തല്ലണ്ട, മാറത്തടിക്കണ്ട, മുടി പിടിച്ച് പറിക്കണ്ട. അതൊന്നും നമുക്ക് പറഞ്ഞതല്ല. ശാന്തമായി ജീവിക്കണം. അവര് ആവേശത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നു. യാ ഹുസ്സ യാ ഹുസ്സ, ഹുസൈനെ ഹുസൈനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ശിർക്കാണ്, ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത പാപമാണ്. അതൊക്കെ ശിയായിസമാണ്. അവിടുന്നാണ് ഈ നഹ്സ് നമ്മുടെ സമൂഹത്തിലേക്കും വന്നത്. ഇപ്പോൾ പൊതുവെ അധികം ആളുകളും അത് വിശ്വസിക്കുന്നൊന്നുമില്ല. എന്നാലും പശുവിന്റെ ആ പുളിപ്പ് മാറിയിട്ടില്ല. യൂതന്മാരോട് അള്ളാഹുവിന്റെ കൽപ്പന വന്നു, പശുവിനെ അറുക്കണം. അവർക്ക് അറുക്കാൻ മടി കാണിച്ചില്ലേ? അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ചില ആൾക്കാർ പറയും ശരിയില്ല, ഇന്നത്തെ ദിവസം ശരിയില്ല എന്ന് പറയും. എന്തേ? കണി കണ്ടത് ഓളയല്ലേ, ഓനെയല്ലേ? അതുകൊണ്ടെന്താ?
കണിയുണ്ടോ? ഇല്ല. അതൊരു കെണിയാണ്. ഇന്നത്തെ ദിവസം ശരിയില്ല. ആദ്യം ഒരാൾ കടം വാങ്ങി കടയിന്ന്, അപ്പൊ ഇന്ന് മുഴുവൻ കടായിരിക്കുന്നു. അതെങ്ങനെയാ? രണ്ടാമത്തെ ആളോട് ആരാ വന്ന് പറയണത് ഞാൻ കടം വാങ്ങിക്കണം, നീയും കടം വാങ്ങിക്കോ എന്ന് ആരാ വന്ന് പറയണത്? ഇല്ല. അല്ലെങ്കിൽ കാണാം ഓട്ടോറിക്ഷ ഇങ്ങനെ കാലിന്റെ അടിയിൽ കൂടെ. ഇപ്പൊ ഒന്നും കാണാനില്ല. ഞാൻ ഇവിടെ ഇറങ്ങി നോക്കുമ്പോ കാണാനില്ല. ഓട്ടോറിക്ഷക്കാരനോട് ആരെങ്കിലും പറയാ മറ്റേ പഹയൻ അവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് പോണ്ടെന്ന്? ഓട്ടോറിക്ഷക്കാരൻ വരില്ലേ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ അതൊന്നും നമുക്ക് വേണ്ട. ഖുർആനുണ്ട്, സുന്നത്തുണ്ട്. എന്താ പറഞ്ഞത് എന്ന് നോക്കി നമ്മൾ അതനുസരിച്ച് ജീവിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.